കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള നടനും താരസംഘടനയായ AMMയുടെ വൈസ് പ്രസിഡന്റുമായ ജഗദീഷിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായി മാറുകയാണ്. താരസംഘടനയായ AMMയുടെ ഔദ്യോഗിക പ്രതികരണത്തെ തള്ളുന്നത് തന്നെയായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം. കൃത്യമായ മറുപടി നൽകാതെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMയും ജനറൽ സെക്രട്ടറി സിദ്ദിഖും ഒഴിഞ്ഞുമാറുവാൻ ശ്രമിച്ചപ്പോൾ വൈസ് പ്രസിഡന്റായ ജഗദീഷ് വളരെ വ്യക്തവും ശക്തവുമായി പ്രതികരിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. ഇപ്പോഴിതാ ജഗദീഷിനെ കുറിച്ചുള്ളൊരു സോഷ്യൽ മീഡിയ കുറിപ്പ് ചർച്ചയായി മാറുന്നുണ്ട്. ജഗദീഷിന്റെ പ്രതികരണത്തെക്കുറിച്ച് സന്ദീപ് ദാസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തടിയുരാൻ നോക്കിയ സിനിമാക്കാരെ മുഴുവനും ജഗദീഷ് വാക്കുകളുടെ ചാട്ടവാർ കൊണ്ട് പ്രഹരിച്ചിരിക്കുന്നു എന്നാണ് സന്ദീപ് ദാസിന്റെ കുറിപ്പിൽ കൂടി പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള നടൻ ജഗദീഷിന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ദാസ് കുറിക്കുന്നത്. ഇത്രയും നല്ലൊരു മനുഷ്യൻ AMMA എന്ന സംഘടനയുടെ തലപ്പത്ത് ഉണ്ടാകുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും സന്ദീപ് ദാസ് കുറിക്കുന്നു. 70-ാം വയസ്സിന്റെ പടിവാതിലിൽ നിൽക്കുന്ന ആളാണ് ജഗദീഷ്. അദ്ദേഹവും അഭിനേത്രി ശാരദയും തമ്മിൽ ഭയങ്കരമായ പ്രായവ്യത്യാസമില്ല. ജഗദീഷും ശാരദയും ഒരേ തലമുറയുടെ പ്രതിനിധികളാണെന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ്. ശാരദ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് ശാരദയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ മോശമായ വസ്ത്രധാരണം മൂലമാണ് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നത് എന്ന ധ്വനിയുള്ള അഭിപ്രായം ശാരദ പങ്കുവച്ചിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളും അമ്മൂമ്മമാരും വരെ ആക്രമിക്കപ്പെടുന്ന നാടാണിത്. അപ്പോൾ സ്ത്രീയുടെ വസ്ത്രധാരണമല്ല പ്രശ്നം. എന്നിട്ടും ശാരദ അതുപോലെ ഒരു കമന്റ് പറഞ്ഞു. അത് അവരുടെ പ്രായത്തിന്റെ കുഴപ്പമാകാം. വയസ്സാകുമ്പോൾ വിപ്ലവകാരികൾ പോലും പിന്തിരിപ്പൻ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ 68-കാരനായ ജഗദീഷ് സിനിമയിലെ അതിജീവിതമാരെ പക്ഷികളില്ലാതെ പിന്തുണച്ചു. മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു. അതിന് എത്ര കയ്യടികൾ നൽകിയാലും അധികമാകില്ല. നടി ജോമോളും ഈ ഒരു വിഷയത്തിൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. സിനിമയിലെ സ്ത്രീകൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സമർത്ഥിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പാട്രിയാർക്കിയുടെ ഭീകരത. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ ന്യായീകരിക്കുവാൻ ഒരു സ്ത്രീ തന്നെ മുന്നോട്ട് വരുന്ന ദുരവസ്ഥ തന്നോട് ആരും ഇതുവരെ മോശമായി പെരുമാറിയിട്ടില്ല എന്നാണ് ജോമോൾ പറയുന്നത്. അതുകൊണ്ട് സിനിമാ വ്യവസായം മൊത്തത്തിൽ വിശുദ്ധമാണത്രേ. ഞാൻ ദുബായ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ദുബായ് ഇല്ല എന്ന് പറയുന്നത് പോലൊരു ലോജിക്കാണിതെന്നും സന്ദീപ് ദാസ് കുറിക്കുന്നു. ഇക്കാര്യത്തിൽ ജഗദീഷ് പറഞ്ഞ അഭിപ്രായം ഇങ്ങനെയാണ്: ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ താൻ കണ്ടിട്ടില്ല. പക്ഷേ താൻ ഉപദ്രവിക്കപ്പെട്ടു എന്നൊരു സ്ത്രീ പറയുമ്പോൾ നാം അതിനെപ്പറ്റി അന്വേഷിക്കണം. ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. മോശം പെരുമാറ്റം നേരിട്ട സ്ത്രീകൾ എന്തുകൊണ്ട് ഇത്രയും കാലം മൗനം പാലിച്ചു എന്ന ചോദ്യം ചിലർ ഉന്നയിച്ചിരുന്നു. ജഗദീഷ് അതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. പരാതി പറയാനുള്ള വേദി അവർക്ക് ഇപ്പോഴാണ് കിട്ടിയത്. എത്ര വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇത്രയേറെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന ജഗദീഷിനെ AMMA അർഹിക്കുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ പ്രതികരണങ്ങൾ നാം കണ്ടതല്ലേ. ചിലർ റിപ്പോർട്ടിനെ പരിഹസിച്ച് ചിരിച്ചു. കുറച്ചുപേർ പത്രസമ്മേളനത്തിൽ അഭിനയിച്ചു മെഴുകി. ചിലർ പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് കൈകഴുകി. അവർക്കിടയിൽ ഒരു റിബലായി ജഗദീഷ് നിലകൊള്ളുകയാണ്. ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് തടിയുരുവാൻ നോക്കി സിനിമാക്കാരെ മുഴുവൻ ജഗദീഷ് വാക്കുകളുടെ ചാട്ടവാർ കൊണ്ട് പ്രഹരിച്ചിരിക്കുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജഗദീഷിന്റെ മുഖത്ത് അസാധാരണമായ ആത്മവിശ്വാസമുണ്ട്. ഒരു സ്ത്രീയോടും താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്ന ധൈര്യം, ഒരാളും തനിക്കെതിരെ പരാതി പറയില്ല എന്ന ഉറപ്പ്, അതാണ് ജഗദീഷിന്റെ കൈമുതൽ. അതിന് മാത്രം നൽകാം ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ദാസ് ജഗദീഷിനെ പറ്റിയുള്ള തന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം മലയാള സിനിമയിൽ നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നടിമാർ പലരും തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. മലയാള സിനിമയിലെ സ്ത്രീ വിരുദ്ധത, പുരുഷാധിപത്യം, അതിക്രമങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ്. നടിമാർ ആക്രമിക്കപ്പെടുന്നത് മാത്രമല്ല, അതല്ലാതെയും പല ചതികളും സിനിമാ വ്യവസായത്തിൽ നടക്കുന്നുണ്ട് എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി പേരാണ് വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. താരസംഘടന അടക്കം മൗനം പാലിക്കുകയാണ് പല ആരോപണങ്ങൾക്കും. മലയാള സിനിമയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് സംഘടനാ ഭാരവാഹികൾ അടക്കം പറയുന്നത്. ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് പല നടിമാരും ഉന്നയിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് നടിമാർ വിധേയരാകുന്നുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. നടിമാർ മാത്രമല്ല, ഇത്തരത്തിൽ നടന്മാർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകളുമുണ്ട്. പലരും പേടിച്ച് മിണ്ടാതിരിക്കുന്നതാണെന്ന അഭിപ്രായങ്ങളും ഉയർന്നു വരികയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.